friends, welcome back to my channel Ichus Innus. I Standard 6 Chapter 7 Medieval India Art and Literature എന്ന പാഠത്തിലെ second part ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി പഠിക്കേണ്ടത് 107th പേജിലെ സെക്കൻഡ് പാരഗ്രാഫ് ആണ്. In the period that followed, a new style of temple architecture came into being. In the period that followed, പിൽക്കാലത്ത് ആ പീരീഡ് ഫോളോ ചെയ്തു വരുന്ന പിൽക്കാലത്ത് a new style of temple architecture, ഒരു പുതിയ വാസ്തുവിദ്യ രൂപപ്പെട്ടു. In this style, tall temples were constructed using chiseled rocks. ഈ സ്റ്റൈലിൽ നല്ല ടോൾ ടെമ്പിൾസ്, പൊക്കമുള്ള ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് ഉള്ളി കൊണ്ട് ചെത്തുമിനുക്കിയ കല്ലുകൾ കൊണ്ടായിരുന്നു. ഈ സ്റ്റൈലിൽ ടോൾ ടെമ്പിൾസ് ഉള്ളി കൊണ്ട് ചെത്തുമിനുക്കിയ കല്ലുകൾ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് ടെമ്പിൾസ് വർ മൾട്ടി-സ്റ്റോറിഡ്. ഇതിലുള്ള പല ടെമ്പിൾസും, ഭൂരിഭാഗം ടെമ്പിൾസും മൾട്ടി സ്റ്റോറിഡ് ആയിരുന്നു. പറയുമ്പോൾ വിവിധ തട്ടുകളുള്ളതായിരുന്നു. The Brihadishwara temple in Tanjavur, constructed during the reign of Rajaraja Chola, and the Kamakya temple in Assam epitomize this style. Later, the style of adorning temple walls with sculptures became prevalent. Later the style, പിന്നീടുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓഫ് അഡോണിംഗ് ടെമ്പിൾ വാൾസ് അലങ്കരിച്ചിരുന്നത് വിത്ത് സ്കൾപ്ചേഴ്സ് ബിക്കേം പ്രിവലന്റ്. കൊത്തുപണി ചെയ്ത വിഗ്രഹങ്ങൾ കൊണ്ട് ടെമ്പിൾ വാൾസ് അലങ്കരിക്കുന്നത് അതൊരു പ്രധാനമായി. ആ സ്റ്റൈലിലുള്ള ടെമ്പിൾസ് കുറച്ച് പ്രധാനമായി. Later the style of adorning temple walls with sculptures became prevalent. Excerpts from the Ramayana, the Mahabharata, the Bhagavata were carved on the stone walls of the temples. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും എടുത്തിരിക്കുന്ന ചില രംഗങ്ങൾ ആ ടെമ്പിൾസിൽ സ്റ്റോൺ വാൾസിൽ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. In addition, the sculptures depicting scenes of war and art forms like dance and musical concerts also found a place on the temple walls. ടെമ്പിൾ വാൾസിൽ സീൻസ് ഓഫ് വാർ, യുദ്ധത്തിന്റെ സീൻസും ആർട്ട് ഫോംസ് ലൈക്ക് ഡാൻസ് ആൻഡ് ഡാൻസും മ്യൂസിക്കിന്റെയും ചിത്രങ്ങളും കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസിന്റെയും മ്യൂസിക്കിന്റെയും യുദ്ധത്തിന്റെയും കൊത്തുപണി ചെയ്ത ചിത്രങ്ങൾ കാണാം. അടിയിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ പറ്റും. അതാണ് മധ്യപ്രദേശിലുള്ള ഖജുറാഹോ ടെമ്പിൾ. The Khajuraho temple in Madhya Pradesh is an example of the style of adorning temple walls with sculptures. ടെമ്പിൾ വാൾസിൽ സ്കൾപ്ചേഴ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ടെമ്പിളിന്റെ എക്സാമ്പിൾ ആണ് ദ ഖജുറാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. A new style of architecture developed during the Sultanate period. സുൽത്താനറ്റ് പീരീഡിൽ ഒരു പുതിയ വാസ്തുവിദ്യയും കൂടി രൂപപ്പെട്ടു. It is known as the Indo-Islamic style of architecture. അതിനെയാണ് Indo-Islamic style എന്നറിയപ്പെടുന്നത്. Skilled architects from Turkey and Persia were brought to India for the construction of different structures. ട്രെയിൻ ചെയ്ത ആർക്കിടെക്ട്സിനെ പേർഷ്യയിൽ നിന്നും ടർക്കിയിൽ നിന്നും ട്രെയിൻ ചെയ്ത ആർക്കിടെക്ട്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിലെ പല ഘടനകൾക്കും വേണ്ടി ടർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും സ്കിൽഡ് ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നു. The indigenous sculptors, laborers and masons also joined them. സ്വന്തം നാട്ടിലുള്ള സ്കൾപ്ചേഴ്സും
ലേബേഴ്സും മാസൺസും പറയുമ്പോൾ ശില്പികളും പണിക്കാരും കൽപ്പണിക്കാരും അവരോടുകൂടി ജോയിൻ ചെയ്തു. The Indo-Islamic style evolved out of the amalgamation of the styles of both the groups. Indo-Islamic style രണ്ട് ബോത്ത് ഗ്രൂപ്പ്സിൻ്റെയും സംയോജനം വെളിവാകുന്നതാണ്. ഇസ്ലാമിക് സ്റ്റൈല് രണ്ട് ഗ്രൂപ്പ്സിൻ്റെയും സംയോജനം വെളിവാകുന്നതാണ്. The Indo-Islamic style evolved out of the amalgamation of the styles of both the groups. Let's examine the major features of this style. ഈ സ്റ്റൈലിൻ്റെ മേജർ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. Arches, domes and minarets were the notable features of this style. ആർച്ചസും ഡോംസും മിനറേറ്റ്സും ആണ് ഈ സ്റ്റൈലിലെ മുഖ്യമായ ഫീച്ചേഴ്സ്. ഇപ്പോൾ ആർച്ചും ഡോമും മിനറേറ്റും ഇവിടെ പൊക്കത്തിൽ പിക്ചർ കാണിക്കുന്നുണ്ട്. Figures of flowers and plants were carved for decorating building. ബിൽഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഫിഗേഴ്സ് കൊത്തുപണി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചറും താഴത്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് മോർട്ടർ, റെഡ് സാൻഡ്സ്റ്റോൺസ് ആൻഡ് മാർബിൾസ് were used for the construction. മോർട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറും മിക്സറെ കൊണ്ടുള്ള ഒരു മിക്സറാണ്. വാട്ടറും സിമെൻറ്റൊക്കെ കൊണ്ടുള്ള ഒരു മിക്സറാണ്. പിന്നെ റെഡ് സാൻഡ്സ്റ്റോൺസും മാർബിൾസും കൊണ്ടാണ് ഇന്തോ-ഇസ്ലാമിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. സ്പേഷ്യസ് ഗാർഡൻ വാസ് സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രീമൈസസ്. നല്ല വലിയ ഗാർഡൻസ് ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നത്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഇതെന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. The Qutub Minar was the first building constructed in this style. Qutub Minar ആണ് ഇന്തോ-ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്ത ഫസ്റ്റ് ബിൽഡിംഗ്. The construction of Qutub Minar was started during the reign of Qutbuddin Aibak, the founder of Sultanate. Qutub Minar സ്റ്റാർട്ട് ചെയ്തത് ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലത്താണ്. The founder ഖുത്ബുദ്ദീൻ ഐബക് സുൽത്താനേറ്റിന്റെ ഫൗണ്ടറാണ്. Later, Ichus completed the construction. പിന്നീട് ഇൽതുമിഷ് ആണ് ഖുത്ബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയത്. A tall tower and balconies projecting from it are the striking features of this building. A tall tower, നല്ല പൊക്കമുള്ള ടവറും ബാൽക്കണീസുമുള്ള ടവറും ആണ് ഈ ഖുത്ബ് മിനാറിന്റെ സ്ട്രിക്കിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അപൂർവമായ ഫീച്ചേഴ്സ്. The Indo-Islamic style became popular during the Mughal period. Indo-Islamic style മുഗൾ പീരീഡിലാണ് പോപ്പുലറായത്, പ്രശസ്തമായത്. The Mughal kings constructed several forts, mosques and tombs in this style. മുഗൾ കിങ്സ് പല കോട്ടകളും പള്ളികളും കല്ലറകളും ഈ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. Let's have a look at a few of these constructions. നമുക്ക് ഇതുപോലെ കുറച്ച് കൺസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. Humayun's tomb in Delhi is an epitome of this style. ഡൽഹിയിലുള്ള ഹുമയൂൺസ് ടോംബ് ഈ സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. It is situated as a center of a beautiful garden. ഹുമയൂൺസ് ടോംബ് ഒരു ബ്യൂട്ടിഫുൾ ഗാർഡന്റെ സെന്ററിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. This tomb is made of red sandstone and marble. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടും മാർബിൾ കൊണ്ടുമാണ് ഈ കളർ ഉണ്ടാക്കിയിരിക്കുന്നത്. The Taj Mahal was constructed in the style and form of this monument. താജ്മഹാല് ഹുമയൂൺസ് ടോംബിന്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കിയോ. The Taj Mahal in Agra, constructed by Shah Jahan, is a memory of his wife. Mumtaz Mahal is the best example of Indo-Islamic style of architecture. ആഗ്രയിലുള്ള താജ്മഹാല് കൺസ്ട്രക്ട് ചെയ്തത് ഷാജഹാൻ ആണ്. ഷാജഹാന്റെ വൈഫ് മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇന്തോ-ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. താജ്മഹൽ ഇന്തോ-ഇസ്ലാമിക് സ്റ്റൈലിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. വൈറ്റ് മാർബിൾ ആണ് താജ്മഹലിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം.
Write a short note about the style of Brihadishwara temple. ബൃഹദീശ്വര ടെമ്പിളിന്റെ സ്റ്റൈലിനെ പറ്റി ബൃഹദീശ്വര ടെമ്പിൾ ഇൻ താഞ്ചപൂരിലുള്ള ബൃഹദീശ്വര ടെമ്പിളിനെ പറ്റിയുള്ള ടെമ്പിളിന്റെ സ്റ്റൈലിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. അപ്പോൾ പേജ് നമ്പർ 170 ആൻസർ ഉണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈൻ. ഇൻ ദിസ് സ്റ്റൈൽ tall temples were constructed using chiseled rocks. Most of these temples were multi-storied. ഇതാണ് ആൻസർ. Next question. Write an example of the same style of Brihadishwara temple. ബൃഹദീശ്വര ടെമ്പിളിനെ പോലെ അതേ സ്റ്റൈലുള്ള വേറൊരു ടെമ്പിളിന്റെ എക്സാമ്പിൾ എഴുതാൻ. ആൻസർ കാമക്യ ടെമ്പിൾ ഇൻ ആസാം. കാമക്യ ടെമ്പിൾ ഇൻ ആസാമും ബൃഹദീശ്വര ടെമ്പിളിന്റെ സെയിം സ്റ്റൈലാണ്. അപ്പം ഇത് വൺ വേർഡ് ആൻസർ ആണ്. കാമക്യ ടെമ്പിൾ ഇൻ ആസാം. Which was the main feature of the style? Main features of the style Khajuraho temple in Madhya Pradesh. മധ്യപ്രദേശിലുള്ള ഖജുറാഹോ ടെമ്പിളിന്റെ സ്റ്റൈലിനെ പറ്റി സ്റ്റൈലിന്റെ മെയിൻ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പോയിന്റ്സ് പഠിച്ചിട്ട് എഴുതാം. ഫസ്റ്റ് പോയിന്റ് 107th പേജിലെ third paragraph. Excerpts from the Ramayana, the Mahabharata, and the Bhagavata were carved on the stone walls of the temples. Second point. In addition, the sculptures depicting scenes of war and art forms like dance and musical concerts also found a place on temple walls. Third point. The Khajuraho temple in Madhya Pradesh is an example of the style of adorning temple walls with sculptures. What is the new style of architecture developed in Sultanate period? Sultanate period രൂപപ്പെട്ട പുതിയ സ്റ്റൈൽ ഏതാണെന്ന്. ആൻസർ Indo-Islamic സ്റ്റൈൽ. From where the architects brought to India for the construction of different structures. എവിടെ നിന്നാണ് ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നത്? brought to India for the construction of different structures. പല ഘടനകളിലും ജോലി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എവിടെ നിന്നാണ് ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നത്? ആൻസർ ടർക്കി ആൻഡ് പേർഷ്യ. ടർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. Who all joined them? ആരൊക്കെ അവരുടെ കൂടെ കൂടി എന്ന് പറയുമ്പോൾ ടർക്കിക്കാരുടെയും പേർഷ്യക്കാരുടെയും കൂടി ആരെല്ലാം കൂടി? The indigenous sculptors, laborers and masons. സ്വന്തം രാജ്യത്തുള്ള സ്കൾപ്റ്റേഴ്സും ലേബേഴ്സും മേസൺസും അവരുടെ കൂടെ കൂടി. What are the main features of the Indo-Islamic style? Indo-Islamic സ്റ്റൈലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? First feature, arches, domes and minarets were the notable features of this style. Second point, figures of flowers and plants were carved for decorating buildings. Third, mortar, red sandstone and marbles were used for the construction. Fourth point, spacious gardens were set on the building premises. Which was the first building constructed in the Indo-Islamic style? Indo-Islamic style കൺസ്ട്രക്ട് ചെയ്ത ഫസ്റ്റ് ബിൽഡിംഗ് ഏതാണ്? The Qutub Minar was the first building constructed in this style. Next question.
The construction of Qutub Minar started. Qutub Minarന്റെ construction എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? Construction of Qutub Minar was started during the reign of Qutbuddin Aibak, the founder of Sultanate. When did the Qutub Minar's construction end? Later, Iltutmish completed the construction. Major features of Qutub Minar. Which was the major features of Qutub Minar? A tall tower and balconies projecting from it are the striking features of this building. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. When did the Indo-Islamic style became popular? എപ്പോഴാണ് Indo-Islamic style പോപ്പുലർ ആയത്? The Indo-Islamic style became popular during the Mughal period. Mughal periodലാണ് Indo-Islamic style പോപ്പുലർ ആയത്. What all Mughal kings constructed? The Mughal kings constructed several forts, mosques, and tombs in this style. Give a short note on Humayun's tomb. Humayun's tomb പറ്റി a short note എഴുതാൻ. Humayun's tomb in Delhi is an epitome of this style. It is situated at the center of a beautiful garden. This tomb is made up of red sandstone and marble. The Taj Mahal was constructed in the style and form of this movement. ഈ പാരഗ്രാഫ് മൊത്തം ഉണ്ട്. Write a short note on Taj Mahal. The Taj Mahal in Agra, constructed by Shah Jahan in memory of his wife Mumtaz Mahal, is the best example of Indo-Islamic style of architecture. White marble was used for this construction. ഈ പാരഗ്രാഫ് ഫുള്ളി കാണപ്പണം പഠിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.